Hi, welcome to Renisha CS Edu World. ഈ വീഡിയോയ്ക്ക് അത് പഠിക്കാൻ പോകുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് സിമ്പിൾ ടൈപ്പ് ചെക്കറിനെ കുറിച്ചാണ്. ഓൾറെഡി എന്താണ് ഒരു ടൈപ്പ് ചെക്കർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എ ടൈപ്പ് ചെക്കർ ഫോർ എ സിമ്പിൾ ലാംഗ്വേജ് ചെക്ക് ദ ടൈപ്പ് ഓഫ് ഈച്ച് ഐഡൻറ്റിഫയർ. അപ്പോൾ ഈ ടൈപ്പ് ചെക്കർ ഒരു സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ ആ ടൈപ്പ് ചെക്കർ എന്താ ചെയ്യുന്നത്? ചെക്ക് ടൈപ്പ് ഓഫ് ഈച്ച് ഐഡൻറ്റിഫയറിനെ ചെക്ക് ചെയ്യും. അതിൻ്റെ അകത്തുള്ള ഓരോ ഐഡൻറ്റിഫയറിനെയും അത് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഒരു ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റെ അകത്തെ ടൈപ്പ് ചെക്കർ എന്തൊക്കെ ചെയ്യും? ചെക്ക് ചെയ്യും. അതിൻ്റെ അകത്തുള്ള ഐഡൻറ്റിഫയേഴ്സിൻ്റെ ടൈപ്പ് ഏതാണ് എന്നുള്ളത് ചെക്ക് ചെയ്യും. ടൈപ്പ് ചെക്കർ ഇസ് എ ട്രാൻസ്ലേഷൻ സ്കീം. ടൈപ്പ് ചെക്കർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലേഷൻ സ്കീമാണ്. That synthesize the type of each expression from the type of its sub-expression. അത് എന്ത് ചെയ്യും? സിന്തസൈസ് ചെയ്തെടുക്കും. ഓരോ ടൈപ്പ് ഓഫ് ഈച്ച് എക്സ്പ്രഷൻ, ഓരോ എക്സ്പ്രഷൻ്റെയും ടൈപ്പ് എവിടെ നിന്ന്, അതിൻ്റെ സബ് എക്സ്പ്രഷനിൽ നിന്ന് അത് സിന്തസൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ടൈപ്പ് ചെക്കർ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ സ്കീമാണ്. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ട്രാൻസ്ലേഷൻ സ്കീമാണ് ടൈപ്പ് ചെക്കർ. അപ്പം അതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്? സിന്തസൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതിൽ നിന്ന്? സിന്തസൈസ് ദ ടൈപ്പ് ഓഫ് ഈച്ച് എക്സ്പ്രഷൻ. ഓരോ എക്സ്പ്രഷൻ്റെയും ടൈപ്പ് അതിൻ്റെ സബ് എക്സ്പ്രഷനിൽ നിന്ന് സിന്തസൈസ് ചെയ്തെടുക്കും. ടൈപ്പ് ചെക്കർ ഹാൻഡിൽ ചെയ്യുന്ന ഏതിനൊക്കെയാണ്? അറേ, പോയിന്റേഴ്സ്, സ്റ്റേറ്റ്മെന്റ്, ഫങ്ഷൻസ്, ഇതിനൊക്കെ എന്ത് ഹാൻഡിൽ ചെയ്യും? ടൈപ്പ് ചെക്കർ ഹാൻഡിൽ ചെയ്യും. അപ്പം ഇത്രേ ഉള്ളൂ. ടൈപ്പ് ചെക്കർ എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിൻ്റെ അതിൻ്റെ അകത്തുള്ള ഐഡൻറ്റിഫയേഴ്സിൻ്റെ ടൈപ്പിനെ അത് ചെക്ക് ചെയ്യും. കൂടാതെ അതൊരു ട്രാൻസ്ലേറ്ററാണ്. ടൈപ്പ് ചെക്കർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ സ്കീമാണ്. ഒരു എക്സ്പ്രഷൻ്റെ ടൈപ്പ് അതിൻ്റെ സബ് എക്സ്പ്രഷനിൽ നിന്ന് അത് സിന്തസൈസ് ചെയ്ത് എടുക്കും. പിന്നെ ഇത് അറേയെ, പോയിന്റർ, സ്റ്റേറ്റ്മെന്റ്, ഫംഗ്ഷനെ എല്ലാം ഇത് ഹാൻഡിൽ ചെയ്യും. ഒരു സിമ്പിൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു സിമ്പിൾ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് പാസ്കൽ ലാംഗ്വേജിനെ കുറിച്ചാണ്. പാസ്കലിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് എഴുതുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ, അതിനകത്ത് നിന്ന് ആദ്യം എന്താണ്? ഡിക്ലറേഷൻ വരണം, അല്ലേ? ഡിക്ലെയർ ചെയ്യണം. ഏതൊക്കെ വേരിയബിളാണോ യൂസ് ചെയ്യുന്നത് അതിനെ ഡിക്ലെയർ ചെയ്യുക. പിന്നെ സെമി കോളൻ. ഓക്കെ, ഡിക്ലറേഷൻ ആയിട്ട് പിന്നെ സെമി കോളൻ, പിന്നെ അതിനകത്തെ എക്സ്പ്രഷൻ. ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിക്ലറേഷൻ. ആദ്യം ഡിക്ലറേഷൻ, പിന്നെ സെമി കോളൻ, പിന്നെ എക്സ്പ്രഷൻ. പിന്നെ അപ്പോൾ ഒരു ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ഡിക്ലറേഷൻസ് വരാം, അല്ലേ? അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇപ്പം ഡിക്ലറേഷൻസ് എ, സം, ഓക്കെ, കോളൻ, ഇൻറ്റ്, ഓക്കെ, ബി, കോളൻ, ക്യാർ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എയും സമ്മും ഇൻറ്റീജറാണ്, ബി എന്ന് പറയുന്ന ക്യാരക്ടർ ആണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഡിക്ലറേഷൻ ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിക്ലറേഷൻ ഉണ്ട് എന്ത് കൊടുക്കണം? സെമി കോളം ആണ്. അപ്പോൾ അതാ പറഞ്ഞത്, ഡിക്ലറേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ആദ്യം ഡിക്ലറേഷൻ, പിന്നെ സെമി കോളം, പിന്നെ ഡിക്ലറേഷൻ. ഇത് അല്ലെങ്കിൽ എന്ത് വരാം? ഒരു ഐഡൻറ്റിഫയറും പിന്നെ കോളം കഴിഞ്ഞിട്ട് അതിൻ്റെ ടൈപ്പും പറയാം. ഓക്കെ, ഐഡൻറ്റിഫയർ പറഞ്ഞു, അതുകൊണ്ട് കോളം കഴിഞ്ഞിട്ട് അതിൻ്റെ ടൈപ്പ് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിക്ലറേഷൻ. ഒന്നിൽ കൂടുതൽ ഡിക്ലറേഷനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് കൊടുക്കാം. അങ്ങനെയാണ് ആദ്യം ഡിക്ലറേഷൻ, സെമി കോളൻ, ഡിക്ലറേഷൻ. പിന്നെ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ ID, ഓക്കെ, ഐഡൻറ്റിഫയർ, കോളൻ, ടൈപ്പ്. ഇനി ഇവിടെ നമ്മൾ പറയാനായിട്ടുള്ളത് എന്താന്ന് പറയണം, T എന്താന്ന് പറയണം. അപ്പോൾ T എന്ന് പറയുന്നത് ടൈപ്പാണ്. ഏതൊക്കെ ടൈപ്പ് വരാം? ക്യാരക്ടർ, ഇൻറ്റിജർ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടറും ഇൻറ്റിജറും. പിന്നെ അറേ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എങ്ങനെ എഴുതണ്ടേ? അറേ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ റേഞ്ച് നമ്പർ എന്ന് കൊടുക്കണം. ഓഫ്, പിന്നെ ഏത് ടൈപ്പാണ്, അപ്പോൾ അത് T ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ T എന്ന് പറയുന്നത് ഇൻറ്റിജറോ ക്യാരക്ടറോ എന്ത് വേണേ വരാം. ഓക്കെ, അതാണ് അറേ. ഇങ്ങനെ നമ്മൾ ടൈപ്പ് പറഞ്ഞു. പോയിന്ററാണ് നമ്മൾ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്. ഇതാണ്. ഓക്കെ, പോയിന്ററിൻ്റെ ടൈപ്പ് പറയുന്നത് ആരോ T കൊടുത്തു.
ഇനി ഓരോന്നും എക്സ്പ്രഷൻ എന്താണെന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡി പറഞ്ഞു, ടി പറഞ്ഞു. ഇനി എക്സ്പ്രഷൻ എന്ന് പറയുന്ന ലിറ്ററൽസ് ക്യാരക്ടേഴ്സ് വരാം, അല്ലെങ്കിൽ നമ്പർ വരാം, അല്ലെ ഐഡൻറ്റിഫയേഴ്സ് വരാം. ഓക്കെ, നെക്സ്റ്റ് ഈ മോഡ് ഇ, അതായത് ഒരു എക്സ്പ്രഷൻ മോഡ് ഒരു എക്സ്പ്രഷൻ വരാം, അല്ലെങ്കിൽ ഈ അരയ്ക്കകത്ത് ഇ വരാം, അല്ലെങ്കിൽ ഈ പോയിന്റർ വരാം, ഒരു എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് പോയിന്റർ വരാം. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഒരു എക്സ്പ്രഷനെ നമ്മൾ എഴുതി. ഓക്കെ, അപ്പം ഇതാണ് ഒരു സിമ്പിൾ ലാംഗ്വേജിൻ്റെ പാസ്കൽ എങ്ങനെയാണ് എഴുതുന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടൈപ്പ് ചെക്കർ, ഇതിൻ്റെ എങ്ങനെയാണ് ടൈപ്പ് ചെക്കർ എഴുതുന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചെക്കറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ടൈപ്പ് ചെക്കർ ഈസ് എ ട്രാൻസ്ലേഷൻ സ്കീം. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ട്രാൻസ്ലേഷൻ സ്കീമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ആദ്യം ഇതുണ്ടോ ഇവിടെ പി ഡി. ഓക്കെ, നേരത്തെ എഴുതിയത് തന്നെ എഴുതിയിരിക്കുന്നത് ഡിക്ലറേഷൻ സെമികോളൻ എക്സ്പ്രഷൻ. ഡിക്ലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിക്ലറേഷൻ സെമികോളൻ ഡിക്ലറേഷൻ. ഇവിടെ ഒന്നും റൂളില്ല. അപ്പോൾ എവിടെയാണോ നമുക്ക് പറയാനുള്ളത് റൂളുള്ളത് അത് നമ്മൾ പറഞ്ഞായിരുന്നു, റൈറ്റ് സൈഡിൽ എഴുതി കൊടുത്താൽ മാത്രം മതി അല്ലേ? ട്രാൻസ്ലേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതിൻ്റെ റൈറ്റിൽ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഏതിൻ്റെയൊക്കെയാണ് എഴുതേണ്ടത്? ഇപ്പം ഡിക്ലറേഷൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് വരാം? ഒരു ഐഡൻറ്റിഫയർ കോളൻ ടൈപ്പ് വരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സിമ്പിൾ ടേബിളിൽ ഇതിൻ്റെ ഈ ഐഡൻറ്റിഫയർ നെയിം ഇതിൻ്റെ ടൈപ്പും എൻ്റർ ചെയ്ത് കൊടുക്കണം. അതാ ഇവിടെ കൊടുത്തേക്കുന്ന ആഡ് ടൈപ്പ്. നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ, ആഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇതിൻ്റെ അകത്ത് സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് നമ്മൾ കൊണ്ട് വെക്കുക ചെയ്യാം. ആഡ് ടൈപ്പ് എന്തൊക്കെയാണ്? ഐ ഡി എൻട്രി, ഐ ഡിയുടെ എൻ്റർ ചെയ്യണം. പിന്നെ ടി ഡോട്ട് ടൈപ്പ്, അതിൻ്റെ ടൈപ്പും ഇവിടെ കൊണ്ട് എൻ്റർ ചെയ്യണം, സിമ്പിൾ ടേബിളിൽ എൻ്റർ ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? അപ്പം ഡി ഇംപ്ലൈസ് ഐ ഡി കോളൻ ടി എന്ന് വന്നു കഴിഞ്ഞാൽ ആഡ് ടൈപ്പ്, സിമ്പിൾ ടേബിളിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യാം? ഐ ഡി ഡോട്ട് എൻട്രി, ഐ ഡി എൻ്റർ ചെയ്യണം, കൂടാതെ ടി ഡോട്ട് ടൈപ്പ്. ഇനി ടി ഇംപ്ലൈസ് ക്യാർ എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ എന്താ വരിക? റൂള്, സെമാൻറ്റിക് റൂള് ടി ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ക്യാർ. ഓക്കെ, ഇനി ടി ഇംപ്ലൈസ് ഇൻറ്റിജർ ആണെങ്കിലോ ടി ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻറ്റിജർ. ഇവിടെ ആണെങ്കിൽ നമുക്കറിയാം ടി ഇംപ്ലൈസ് ആരോ T1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോയിന്റർ ആണ് അല്ലേ? ഇത് പോയിന്റർ ആണ്. ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ദിസ് ഇസ് എ പോയിന്റർ. അപ്പം ടി ഡോട്ട് ടൈപ്പ്, ഇതിൻ്റെ ടൈപ്പ് എന്തുമായിരിക്കും? T1ൻ്റെ ഈ പോയിന്റിൻ്റെ T1ൻ്റെ ടൈപ്പ് ഏതാണോ അതായിരിക്കും ടി ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു പോയിന്റർ ഓഫ് T1 ഡോട്ട് ടൈപ്പ്. ഇനി ടി ഇംപ്ലൈസ് അടുത്ത എന്താ പറയുന്നത്? അരേ. അപ്പം ഇവിടുത്തെ ടൈപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അരേ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്പർ ഓഫ് T1 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ടൈപ്പ് ഏതായിരിക്കും? ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു അരേ. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇങ്ങനെ നമ്പർ കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന എങ്ങനെയാണ്? 1 എക്സെട്ര അപ് ടു നം എന്ന് പറയാം അല്ലേ? നമ്പർ എന്നാണ് ആണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും പറഞ്ഞേക്കുന്നത്. അപ്പം അരേ 1 എക്സെട്ര നം ഡോട്ട് വാൽ കോമ T1 ഡോട്ട് ടൈപ്പ്. T1 ഡോട്ട് ടൈപ്പ് ഏതാണോ, അതായത് ഈ അരയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും? T1 ആയിരിക്കും. അത് തന്നെ ആയിരിക്കും ഈ ടിയുടെയും ടൈപ്പ്. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത് T1 ഡോട്ട് ടൈപ്പ്. ഇങ്ങനെയാണ്, ഇതാണ് സെമാൻറ്റിക് റൂൾ അരയുടെ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പി എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഡി പറഞ്ഞു, ടി പറഞ്ഞു. ഇവിടെ എക്സ്പ്രഷൻ എഴുതിയിട്ടില്ല. ഓക്കെ, ഈയുടെ അതായത് ഈ ഒരു സിമ്പിൾ ലാംഗ്വേജിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ അത് നെക്സ്റ്റ് സ്ലൈഡിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ എന്താ ടൈപ്പ് ചെക്കിംഗ് ഓഫ് എക്സ്പ്രഷൻ. ഇപ്പം എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഏതൊക്കെയാണ്? ലിറ്ററൽ വരാം, ഐ ഡി വരാം, നമ്പർ വരാം, E1 മോഡ് E2 വരാം, പിന്നെ അരേ വരാം, പോയിന്റ് വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എക്സ്പ്രഷൻ്റെ അകത്ത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്? In the following rule, attribute type of E given, type as expression assigned to expression generated by E.
ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ ആ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ സബ് എക്സ്പ്രഷൻ്റെ ടൈപ്പ് ഏതാണോ അതായിരിക്കും ആ എക്സ്പ്രഷൻ്റെ ടൈപ്പ്. അപ്പം അത് സിന്തസൈസ് ആട്രിബ്യൂട്ട് ആയിട്ടായിരിക്കും എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ആദ്യത്തേത് ഈ ഇംപ്ലൈസ് ലിറ്ററൽ എന്നാണ് അല്ലേ. ആദ്യത്തെ നമ്മൾ എഴുതിയത് ആ സിമ്പിൾ ലാംഗ്വേജിനകത്ത് എഴുതിയിരുന്നത് ഈ ഇംപ്ലൈസ് ലിറ്ററൽ എന്നാണ്. അപ്പം അതെങ്ങനെ എഴുതാൻ പറ്റും? ലിറ്ററൽ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഒരു ക്യാരക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഒന്ന് ഈ ക്യാരക്ടർ വരാം. അപ്പം ക്യാരക്ടർ ആണെങ്കിൽ ഈ ഡോട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ക്യാർ. ഇതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും? ക്യാരക്ടർ ആയിരിക്കും. അതാ പറഞ്ഞിരിക്കുന്നത് ഈ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞായിരുന്നു? ഈ എന്ന് പറയുന്നത് നമ്പർ വരാമെന്ന് പറഞ്ഞു. അപ്പം ഈ എന്ന് പറയുന്ന നമ്പർ ആണെങ്കിലോ ഈ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ. ഇത് രണ്ടും നമുക്ക് ഡയറക്റ്റ്ലി കിട്ടി. അപ്പം ലിറ്ററൽ ആയതുകൊണ്ടാണ് ക്യാരക്ടേഴ്സ്. അപ്പം ഈ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ലിറ്ററൽ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? സീക്വൻസ് ക്യാരക്ടർ ആണ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഡോട്ട് ഇവിടുത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാരക്ടർ ആയിരിക്കും. ഇവിടെ നമ്പർ ആയതുകൊണ്ട് എന്തായിരിക്കും? ഈയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കും. ഓക്കെ. ഹിയർ കോൺസ്റ്റന്റ് റെപ്രസെൻറ്റഡ് ബൈ ടോക്കൺ. ഇത് കോൺസ്റ്റന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹിയർ കോൺസ്റ്റന്റ് റെപ്രസെൻറ്റഡ് ബൈ ടോക്കൺസ് ലിറ്ററൽ ആൻഡ് നമ്പർ. ഓക്കെ. ഇവിടെ കോൺസ്റ്റന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ലിറ്ററലും നമ്പറുമാണ്. ലിറ്ററൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാരക്ടർ ടൈപ്പും, നമ്പർ ആണെങ്കിൽ ഇൻറ്റീജർ ടൈപ്പും ആണ്. നെക്സ്റ്റ് ഐഡൻറ്റിഫയർ ആണ് അല്ലേ. ഈ ഇംപ്ലൈസ് ഐ ഡി. ഈ ഇംപ്ലൈസ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു ഐഡൻറ്റിഫയർ എടുത്തു കഴിയുമ്പോൾ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞായിരുന്നു ഡി. ഓക്കെ. ഡി ഇംപ്ലൈസ് ഐ ഡി കോളൻ ടി എന്ന് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ആഡ് ടൈപ്പ് അല്ലേ. ആഡ് ടൈപ്പ് ഐ ഡി ഡോട്ട് എൻട്രി കോമ ടി ഡോട്ട് ടൈപ്പ് എന്ന് പറഞ്ഞായിരുന്നു. അതായത് സിമ്പിൾ ടേബിളിൽ നമ്മൾ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഐഡൻറ്റിഫയറിൻ്റെ ടൈപ്പും വാല്യൂം ടൈപ്പും ഇവിടെ കൊണ്ട് സിമ്പിൾ ടേബിളിൽ. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ്റെ അകത്ത് ഒരു ഐഡൻറ്റിഫയർ വന്ന് കഴിയുമ്പം ഇത് സിമ്പിൾ ടേബിളിൽ പോയി ചെന്ന് നോക്കുക. ഓക്കെ. ഏതാണ് അതിൻ്റെ ടൈപ്പ്? അതായിരിക്കും ഈ ഈയുടെ ടൈപ്പ്. അതാ പറഞ്ഞിരിക്കുന്നത് ഈ ഡോട്ട് ടൈപ്പ്. ഈ ഡോട്ട് ടൈപ്പ് ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ലുക്കപ്പ്. ലുക്കപ്പ് ടേബിളിൽ ചെന്ന് നോക്കുക. ലുക്കപ്പ് ഐ ഡി ഡോട്ട് എൻട്രി. ഐ ഡി ഡോട്ട് എൻട്രിയുടെ ഏതാണോ ടൈപ്പ് വരുന്നത് അതായിരിക്കും ടി ഡോട്ട് ടൈപ്പിൻ്റെ വാല്യൂ. ഓക്കെ. അതാ പറയുന്നത് ലുക്കപ്പ് ഇ ഈസ് യൂസ്ഡ് ടു ഫെച്ച് ദ ടൈപ്പ് സേവ്ഡ് ഇൻ ദ സിമ്പിൾ ടേബിൾ എൻട്രി പോയിന്റഡ് ടു ബൈ ഇ. ലുക്കപ്പ് ഇ എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ടൈപ്പ് ഈയുടെ ടൈപ്പ് ഏതാണോ അതെന്ത് ചെയ്യും? എടുക്കും, ഫെച്ച് ചെയ്തെടുക്കും. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇനിയും നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഇംപ്ലൈസ് E1 മോഡ് E2. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മോഡ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ഇൻറ്റീജർ E1ഉം ഇൻറ്റീജർ ആയിരിക്കണം, E2ഉം ഇൻറ്റീജർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ മോഡ് ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ എററാണ് വരേണ്ടത്. ഓക്കെ. ഇത് E1ഉം E2 ഇത് ഏതെങ്കിലും ഇൻറ്റീജർ അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ എറർ. അപ്പം നമ്മളിത് ചെക്ക് ചെയ്യണം. അതാ പറഞ്ഞാൽ ഈ ഡോട്ട് ടൈപ്പ് ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇഫ് E1 ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇൻറ്റീജർ, അതായത് ഇത് ഇൻറ്റീജർ ആയിരിക്കണം. ആൻഡ് E2 ഡോട്ട് ടൈപ്പ് ഇതിൻ്റെ ടൈപ്പും ഇൻറ്റീജർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റീജർ. ഇത് എന്തായിരിക്കും കിട്ടുക? ഇൻറ്റീജർ എന്ന് കിട്ടും. അപ്പം E1 ഡോട്ട് ടൈപ്പും E2 ഡോട്ട് ടൈപ്പും ഇൻറ്റീജർ ആണെങ്കിൽ ഈ എന്ന് പറയുന്ന ഇൻറ്റീജർ കിട്ടും. എൽസ് അല്ലെങ്കിൽ ടൈപ്പ് എറർ. ടൈപ്പ് എറർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ഉള്ളൂ, ബാക്കി ഒന്നിനും ഇത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ആ കേസുകളിൽ എന്ത് കിട്ടും? എറർ, ടൈപ്പ് എറർ എന്ന് വരും. അതാ പറഞ്ഞിരിക്കുന്നത് ദ എക്സ്പ്രഷൻ ഫോംഡ് ബൈ അപ്ലൈയിങ് ദ മോഡ് ഓപ്പറേഷൻ to two sub-expression of type integer has type integer, otherwise its type is type error. അതായത് ഇത് രണ്ടും ഇൻറ്റീജർ ആണെങ്കിൽ മാത്രം ഇത് ഇൻറ്റീജർ കിട്ടും, അല്ലെങ്കിൽ ടൈപ്പ് എറർ. ഇനി അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഇംപ്ലൈസ് E1 സ്ക്വയർ ബ്രാക്കറ്റ് E2. ഓക്കെ. അപ്പം ഇത് ആരെയാണ് അല്ലേ? അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഈ ഡോട്ട് ടൈപ്പ് ഈ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ ചെക്ക് ചെയ്യുക. E1 ഡോട്ട് ടൈപ്പ്, ഇഫ് E1 ഡോട്ട് ടൈപ്പ്
e1 ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇൻറ്റീജർ. ഇത് ഇൻറ്റീജർ ആണ്. ആൻഡ് e1 ഡോട്ട് ടൈപ്പ്, അതായത് ഈ e1 എന്ന് പറയുന്നത്, e1ന്റെ ടൈപ്പ് എന്ന് പറയുന്നത് അറേ ഓഫ് st. അതായത് നമ്മളിപ്പോൾ അറേ എന്ന് പറയുമ്പോഴത്തേന് എങ്ങനെ കൊടുക്കുന്നത്, അറേ കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇപ്പം 100 എന്ന് പറഞ്ഞാൽ 100 എന്നാ കൊടുക്കുക. അപ്പം നമ്മൾ ഇതെന്താ, ഇതാണ് e1 എന്ന് പറയുന്ന പൊസിഷൻ, ഇതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ്, ഈ e2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആയിരിക്കണം. ഈ പൊസിഷൻ കിടക്കുന്ന എന്തായിരിക്കണം, e2. അതാ പറഞ്ഞിരിക്കുന്നത് if e2 ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇൻറ്റീജർ. e2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണെങ്കിൽ e1 ഡോട്ട് ടൈപ്പ്, e1 ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് s കോമ t. ഓക്കെ, അറേ ഓഫ് s കോമ t. e1 ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇത്, e1 ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് അറേ ഓഫ് s കോമ t. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്, എസ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതെന്ന് പറയുന്നത് ടൈപ്പ്. ഓക്കെ, അപ്പം e1 ഡോട്ട് ടൈപ്പിനകത്ത് നമുക്ക് കിട്ടുന്ന അറേ ഓഫ് s കോമ ടി ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഇതിൻ്റെ ടൈപ്പ് ഇവിടെ ഏതാണോ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും കിട്ടേണ്ടത്. അല്ലെങ്കിൽ എറർ, അതായത് ഇവിടെ ഇൻറ്റീജർ അല്ല, e1 ഡോട്ട് ടൈപ്പ് ഇൻറ്റീജർ അല്ലെങ്കിൽ ഇവിടെ എന്ത് വരും, എറർ വരും. ഓക്കെ, അപ്പം പറഞ്ഞിരിക്കുന്ന ഇതാണ്, e1 ഡോട്ട് ടൈപ്പ് e2 ഡോട്ട് ടൈപ്പ്, e2 ഡോട്ട് ടൈപ്പ് ഇൻറ്റീജർ ആണ്. e1 ഡോട്ട് ടൈപ്പ് അറേ ഓഫ് st ആണെങ്കിൽ നമുക്ക് t കിട്ടണം, അല്ലെങ്കിൽ എറർ ആണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ താഴെ എഴുതി വെച്ചേക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റർ ആണെങ്കിൽ ഇഫ് അല്ല, e ഇംപ്ലൈസ് e1 ആരോ. അപ്പം e ഇംപ്ലൈസ് e1 ആരോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്, ഈ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, if e1 ഡോട്ട് ടൈപ്പ്, അതായത് e1 ഡോട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പോയിന്റർ ടി. അങ്ങനെയാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. പോയിന്റർ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റെന്നാ കൊടുക്കുക. അപ്പോൾ അതാ പറഞ്ഞിരിക്കുന്നത്, if e1 ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈപ്പ് പോയിന്റർ ടി ആണെങ്കിൽ നമുക്ക് എന്ത് എടുക്കും, ടി. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഏതാണോ ടൈപ്പ് അതായിരിക്കും ഈ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത്. എൽസ് എറർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ചെക്കിംഗ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെയായിരിക്കും നമ്മൾ ടൈപ്പ് ചെക്ക് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഡു നോട്ട് ഹാവ് വാല്യൂ. സ്റ്റേറ്റ്മെൻറ്റ് വാല്യൂ ഉണ്ടോ, ഇല്ല. ഓക്കെ, ഒരു എക്സ്പ്രഷന് വാല്യൂ ഉണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വാല്യൂ ഇല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഡു നോട്ട് ഹാവ് വാല്യൂ, ഹെൻസ് ദ ബേസിക് ടൈപ്പ് വോയിഡ് ക്യാൻ ബി അസൈൻ ടു ദം. അപ്പം ഇവിടെ ഒരു വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് ബേസിക് ടൈപ്പ് ഏതായിരിക്കും, വോയിഡ് ആയിരിക്കും. വോയിഡ് എന്നുള്ളതാണ് അതിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇഫ് ആൻ എറർ ഈസ് ഡിറ്റക്റ്റഡ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ദെൻ ടൈപ്പ് എറർ ഈസ് അസൈൻഡ്. അപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഒരു എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടൈപ്പ് എറർ അവിടെ സെറ്റ് ചെയ്യും. അപ്പം ഇതിൻ്റെ അകത്ത് പറയുവാണ്, ഇപ്പം എസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഓക്കെ, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, എ ഈസ് ഈക്വൽ ടു 10. ഇതൊക്കെയാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഇതാണ്, എസ് ഈസ് ഈക്വൽ ടു ഐ ഡി ഈസ് ഈക്വൽ ടു ഇ. അപ്പം ഐ ഡി ഈക്വൽ ടു ഇ എന്ന് പറയുവാണെങ്കിൽ എന്തെവിടെ ചെയ്യുന്നത്, എസ് ഡോട്ട് ടൈപ്പ്, ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇഫ് ഐ ഡി ഡോട്ട് ടൈപ്പ്, ഇതിൻ്റെ ടൈപ്പ് ഏതാണോ, ഓക്കെ, ഐ ഡി ഡോട്ട് ടൈപ്പും ഈ ഡോട്ട് ടൈപ്പും ഈക്വൽ ആവണം. ഓക്കെ, മനസ്സിലായോ? ഈക്വൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഐ ഡി ഡോട്ട് ടൈപ്പ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ടൈപ്പ് ഈക്വൽ ആണെങ്കിൽ വോയിഡ്. ഓക്കെ, കറക്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അത് വോയിഡ് റിട്ടേൺ ചെയ്യുമെന്നാണ്, ടൈപ്പ് വോയിഡ് ആണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ, ടൈപ്പ് എറർ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പറയുവാണ്, ഇതാണ് പറഞ്ഞത്, എസ് ഇംപ്ലൈസ് ഐ ഡി ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈപ്പും ഇതിൻ്റെ ടൈപ്പും ചെക്ക് ചെയ്തു. ഈ ടൈപ്പ് രണ്ടും ഈക്വൽ ആണെങ്കിൽ വോയിഡ്, അല്ലെങ്കിലോ ടൈപ്പ് എറർ ആയിരിക്കും. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ഇഫ് ദെൻ അല്ലെ, ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എസ് ഇംപ്ലൈസ് ഇഫ്
ഇ ആണെങ്കിൽ S1 അല്ലേ, ഇഫ് ഇ ദെൻ S1. അപ്പൊ അങ്ങനാണെങ്കിൽ എന്താ വരിക, എസ് ഡോട്ട് ടൈപ്പ്, എസിന്റെ ടൈപ്പ് എന്തായിരിക്കും, ഇഫ് ഇ ഡോട്ട് ടൈപ്പ്, ഇ ഡോട്ട് ഇതിന്റെ ടൈപ്പ് എടുത്തു, അത് ബൂളിയൻ അല്ലെ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ബൂളിയൻ വാല്യൂ ആണ് കിട്ടുന്നത് അല്ലെ. ഇഫ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 0 or 1 എന്നാ കിട്ടുക. അപ്പൊ 0 or 1 എന്നിട്ട് ഒരു ബൂളിയൻ വാല്യൂ ആണ്. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത് ഇഫ് ഇ ഡോട്ട് ടൈപ്പ് ബൂളിയൻ ആയിരിക്കണം. അങ്ങനാണെങ്കിൽ S1 ഡോട്ട് ടൈപ്പ്, അങ്ങനാണെങ്കിൽ S1ന്റെ ടൈപ്പ് ഏതാണോ അതായിരിക്കും എസിന്റെ ടൈപ്പ്, അല്ലെങ്കിലോ ടൈപ്പർ, എൽസ് ടൈപ്പർ ആയിരിക്കും. അപ്പൊ ഇതൊരു ബൂളിയൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, S1 ഡോട്ട് ടൈപ്പ് ഏതാണോ അതായിരിക്കും എസ് ഡോട്ട് ടൈപ്പിന്റെ ഇത്, അല്ലെങ്കിൽ ബൂളിയൻ വാല്യൂ അല്ലെങ്കിൽ എറർ ആയിരിക്കും. ഇത് വൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇഫ് പോലെ തന്നെയാണ്, റിപ്പീറ്റഡ്ലി ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെ, ഫോഴ്സ് ആണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ വൈലാണെങ്കിലോ എസ് ഇംപ്ലൈസ് വൈൽ ഇ ഡു S1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താ, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണെങ്കിൽ S1. അപ്പം നോക്കി എസ് ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഇ ഡോട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബൂളിയൻ. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 0 or 1 എന്നല്ലേ കിട്ടണ്ടേ. അപ്പൊ അതാ പറഞ്ഞത് ഇഫ് ഇ ഡോട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബൂളിയൻ, അങ്ങനാണെങ്കിൽ S1 ഡോട്ട് ടൈപ്പ്, അങ്ങനാണെങ്കിൽ S1 ഡോട്ട് ടൈപ്പ്, അല്ലെങ്കിലോ ടൈപ്പ് എറർ. ഈ സെയിം ആണ്, ഇഫിന്റെ തന്നെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെയാണ് വൈലും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യണം, ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്ത് വരും, ഇതും വോയിഡ് ആയിരിക്കണം, ഇതും വോയിഡ് ആണെങ്കിൽ വോയിഡ് അല്ലേ, അല്ലെങ്കിൽ എറർ ആണ്. അപ്പൊ നോക്കി ഈ എസ് ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഇഫ് S1 ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു വോയിഡ്, S1ന്റെ ടൈപ്പ് വോയിഡ് ആയിരിക്കണം, S2ന്റെ ടൈപ്പും വോയിഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യും, വോയിഡ്, അല്ലെങ്കിലോ ടൈപ്പ് എറർ. അപ്പം ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ടൈപ്പ് ചെക്കിംഗ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദ റൂൾ ഫോർ ചെക്കിംഗ് ദ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആപ്ലിക്കേഷൻ ഈസ്, എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഈ ഇംപ്ലൈസ് നോക്കിയേ, ഈ ഇംപ്ലൈസ് E1 ബ്രാക്കറ്റിൽ E2 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയേ ഈ ഡോട്ട് ടൈപ്പ്, ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇഫ് E1 ഡോട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു എസ്, E1ന്റെ ടൈപ്പ് എസ് ആയിരിക്കണം, ആൻഡ് ഓക്കെ E2ന്റെ ടൈപ്പ്, സോറി ഇഫ് E2 ടൈപ്പ് ഈസ് എസ്, ഇതല്ല ഇത് എസ് ആയിരിക്കണം, ആൻഡ് E1 ഡോട്ട് ടൈപ്പ്, E1 ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് എസ് ഇംപ്ലൈസ് ടി, അതായത് ഇവിടെ ഇത് ടി ആണ്, എസ്സിൽ നിന്ന് എസ് ഉപയോഗിച്ചിട്ട് എന്തോട്ട് മാറ്റി, ടിയിലേക്ക് മാറി. അങ്ങനാണെങ്കിൽ എന്തായിരിക്കും, ടി കിട്ടും, അല്ലെങ്കിൽ ടൈപ്പ് എറർ. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഇക്വേഷൻ ഇതാണ്, E1 ബ്രാക്കറ്റിൽ E2 എന്നാണ്, E2ന്റെ ടൈപ്പ് എസ് ആണ്, E1 എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ട് എസ്സിൽ നിന്ന് എങ്ങോട്ട് മാറുകയാണ്, ടിയിലേക്കാണ്. അപ്പൊ എസ് എന്ന് പറയുന്ന ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്ത് ടിയിലേക്ക് മാറി, അപ്പൊ ടി ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ അങ്ങനാണെങ്കിൽ ഈയുടെ ടൈപ്പ് എന്തായിരിക്കും, ഈ ടി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ടൈപ്പ് ചെക്കിംഗ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ടൈപ്പ് ചെക്കർ എങ്ങനെയാണ് സ്പെസിഫൈ എന്നുള്ളതാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.